ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ വ്യാപക അക്രമമുണ്ടായി. സമരാനുകൂലികൾ വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ബസ് ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തർക്കവുമുണ്ടായി. ഹർത്താലുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സഹകരിച്ചില്ല. എന്നാൽ സമരാനുകൂലികൾ കടകൾ നിർബന്ധിച്ച് അടപ്പിച്ചു. AK അഭിലാഷ് ഇന്നലെ വലിയ രീതിയിലുള്ള സംഘർഷം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഹർത്താലിനിടയിലും സംഘർഷം ഉണ്ടായതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും പ്രവർത്തകർ ഏറ്റുമുട്ടുന്നതും പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നതും ഒക്കെ കണ്ടു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ എന്താണ്? വിനീത, ഇന്നലെ നടന്ന ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം പോലീസിനെ ഉപയോഗിച്ച് നടത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇന്ന് രാവിലെ 6 മണി മുതൽ KSRTC ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തി. അതിനു പിന്നാലെ 8 മണിയോടുകൂടി തന്നെ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ പോലും ഞായറാഴ്ച തുറക്കുന്ന കടകളൊക്കെ ഇന്ന് രാവിലെ തന്നെ തുറക്കുകയും ചെയ്തു. ഏതായാലും 10 മണിയോടുകൂടി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാളയം ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിലും എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. രാവിലെ മുതൽ 8 മണി മുതൽ ബസ് സർവീസ് ഉണ്ടായിരുന്നു. പ്രധാനമായും കുറ്റ്യാടി മേഖലയിലേക്കുള്ള ബസ് സർവീസ് അതോടൊപ്പം തന്നെ KSRTC സർവീസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുകയും സർവീസ് തുടരാനുള്ള സഹായം നൽകണം അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ പോലീസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലുള്ള വാക്കേറ്റവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇന്നലെ ഈ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നാരോപിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണം വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്ത്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ DCCയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തി ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുറന്നു വെച്ചിരുന്ന ഈ കടകളൊക്കെ ബലം പ്രയോഗിച്ച് അടപ്പിക്കാനുള്ള ഒരു നീക്കവും അവർ നടത്തി. ഇത് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വരികയും നമ്മൾ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ഹർത്താലിനിടെയും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.